ഇതിന്റെ സംഘാടകർ തുടക്കം മുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആപ്പ് കൊണ്ടുവന്നത്. ഈ ആപ്പിലൂടെ ആരൊക്കെ പണം നൽകി, ആരിലേക്കൊക്കെ എത്തി, ആരൊക്കെ നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താണ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുക, ഈ ആപ്പ് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഒരു പുതിയൊരു അറിവാണ്. ഈ ആപ്പ് എത്ര പൈസ നമ്മൾ ഇട്ട്, എത്ര പൈസ ആയി, എല്ലാം വ്യക്തമായിട്ട് അറിയുന്നൊരു കേസല്ലേ. പിന്നെ ഇതിൽ പറയേണ്ടത് പറഞ്ഞാൽ ബേബി ചമ്മന്നൂരിൻ്റെ ഒരു സാന്നിധ്യം, അത് വലിയൊരു സാന്നിധ്യമായിരുന്നു. സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. യെസ്, തീർച്ചയായിട്ടും ബേബി ചമ്മന്നൂർ ഇതുമായി വന്നപ്പം തന്നെ ഇതിനൊരു റോൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അതേസമയം 18 വർഷക്കാലമായി അഷ്റഫ് വേങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ KMCC എന്ന സംഘടന വളരെ നന്നായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ആകെത്തുകയാണ് ഈ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് 28-ന് ഒരുപക്ഷെ റിപ്പോർട്ട് ടിവിയാണ് ദൃശ്യമാധ്യമങ്ങളുടെ ഈ വാർത്ത ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നു, ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ, അതായത് പൂർണ്ണതയിലെത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വികാരം? വളരെ സന്തോഷം തോന്നുന്നു. കാരണം നാട്ടുകാരായ ഈ കോടമ്പുഴ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഇത്ര വലിയൊരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമായിരുന്നു. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ വലിയൊരു ക്രൗഡ് ഫണ്ടിങ് ആയിട്ട് ഇത് മാറുകയും അതിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതിൽ വളരെ ആഹ്ലാദചിത്തരാണ്. നിങ്ങൾ ഇവിടെ കാണുന്ന ആളുകളുടെയൊക്കെ മുഖഭാവങ്ങളും ഇവിടുത്തെ ആ ഒരു മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം, ഇവരെല്ലാവരും വളരെ ആഘോഷപൂർവ്വമാണ് ഈ ഫണ്ടിങ് പൂർത്തിയായപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതും. ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വീട് സന്ദർശിച്ചു കഴിഞ്ഞു. അവർ എല്ലാവരും ആഹ്ലാദത്തിലാണ്. ഇത് ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ജനത. നിയമപരമായുള്ള എല്ലാ നൂലാമലകളും കഴിഞ്ഞ് റഹീമിന്റെ ഉമ്മയെ കാണുന്ന ദിവസം ഒരുപക്ഷെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായിരിക്കും.